വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻഫർമേഷൻ സയൻസിനും ഇലക്ട്രിക്കൽ സയൻസിനും നമ്മൾ ഇന്ന് എന്താണ് ഒരു പുതിയ സബ്ജക്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് കെമിസ്ട്രി എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ നിങ്ങൾക്ക് ഈ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളൂ. അത്രയും സിമ്പിൾ ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങൾ മറ്റ് സബ്ജക്ട് എന്താണ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി എന്താണ് വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതിലൊക്കെ എന്താണ് ഇങ്ങനെ ടഫ് ആയിട്ടുള്ള ഡെറിവേഷൻസോ പ്രോബ്ലംസോ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രമേ എന്തുള്ളൂ ഇതിൽ പഠിക്കാനുള്ളൂ. നല്ല ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത് കെമിസ്ട്രി. നിങ്ങൾക്ക് പഠിക്കാനുള്ള കെമിസ്ട്രി നല്ല ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മുടെ കോഴ്സ് കോഡാണ്. ഓക്കെ, നമ്മുടെ കോഴ്സ് കോഡാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കോഴ്സ് കോഡ് എന്താണ് GXCYT122 ആണ് നമ്മുടെ കോഴ്സ് കോഡ്. എന്താണ് GXCYT122 ആണ് നമ്മുടെ കോഴ്സ് കോഡ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ടോട്ടൽ 100ലാണ് നമ്മുടെ എക്സാം വരുന്നത്. അതിലെന്താണ് ഇന്റേണൽ മാർക്ക് 40, അതുപോലെ എക്സ്റ്റേണൽ 60 മാർക്സിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചിങ് അവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ 3 hours ആണ്. അതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിന്റെ ക്രെഡിറ്റ്സ് എത്രയാണ് 4 ആണ്. നമ്മൾ എക്സാം വരുന്നതാണെങ്കിൽ 2.5 മണിക്കൂറിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ഇതൊക്കെയാണ് ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ കോഡ് എന്താണ് GXCYT122. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റേണൽ മാർക്കിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അറ്റൻഡൻസിന് എന്താണ് 5 മാർക്സ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് നമ്മുടെ അസൈൻമെന്റ്സിനൊക്കെ എത്രയാണ് 10 മാർക്സ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് 2 ഇന്റേണൽ എക്സാംസ് വരും, 2നും 10 മാർക്സ് വീതം. അതുപോലെ നമ്മുടെ ലാബ് എക്സാം എന്താണ് ഒരു ഇന്റേണൽ എക്സാം ആയിട്ടാണ് പോകുന്നത്. അതിന് എത്രയാണ് 5 മാർക്സ്. അങ്ങനെ ടോട്ടൽ എത്രയാണ് 40 മാർക്സ് ആണ് ഇവിടെ ഇന്റേണൽ മാർക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇന്റേണൽ മാർക്ക്. പിന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ മാർക്ക് ഔട്ട് ഓഫ് 60 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ 60ൽ തന്നെ നമുക്ക് എന്താണ് 2 പാർട്ടായിട്ടാണ് വരുന്നത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ എന്താണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് എല്ലാ മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് മൊത്തം 4 മൊഡ്യൂൾസ് ആണ്. 4 മൊഡ്യൂൾസിൽ നിന്ന് എന്തുണ്ടാവും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉണ്ടാവുക. ആ എന്താണ് 3 മാർക്കായിരിക്കും ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യൻസിനും കിട്ടുക. പാർട്ട് ബിയിലാവുമ്പോഴോ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് 9 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അത് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് 4 ക്വസ്റ്റ്യനും ആയിരിക്കും. അതിന് എത്ര ആയിരിക്കും എന്താണ് ഓരോ ക്വസ്റ്റ്യന് 9 മാർക്ക് വീതം. അത് എന്താണ് എല്ലാ സബ്ജക്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ക്വസ്റ്റ്യൻ ആയിരിക്കും, 1 അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ 60 മാർക്സിലാണ് വരുന്നത്. പാർട്ട് എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിലോ എസ്സേ ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് അങ്ങനെ 60 മാർക്കിന്റെ ഒരു സിമ്പിൾ എന്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേരാണ് എന്ത് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. അതിൽ നമുക്ക് എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ്, നേൺസ്റ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻസ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് മാത്രമേ പഠിക്കാനുള്ളൂ. അങ്ങനത്തെ കുഞ്ഞു ടോപ്പിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റെഫറൻസ് ഇലക്ട്രോഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ബാറ്ററി, അതേപോലെ H2O2 ഫ്യൂവൽ സെൽ, സിമ്പിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഗ്ലാസ് ഇലക്ട്രോഡ്, pH മെഷർമെന്റ്, ഇങ്ങനത്തെ കുഞ്ഞു ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊറോഷൻ സയൻസ് ഉണ്ട്. കൊറോഷൻ സയൻസിൽ എടുക്കുമ്പോഴോ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസം, അതുപോലെ തന്നെ ഇത് ഗാൽവനിക് സീരീസ്, അതുപോലെ തന്നെ കാഥോഡിക് പ്രൊട്ടക്ഷൻ, ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കുറച്ച് കൊറോഷൻ കൺട്രോൾ മെത്തേഡ്സ്. ഇതൊക്കെയാണ് എന്തിൽ പഠിക്കാനുള്ളത് ഇലക്ട്രോലിസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ. ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്ക് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയാലോ. സെക്കൻഡ് മൊഡ്യൂളിന്റെ പേരാണ് എന്ത് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതിന്റെ ചാപ്റ്ററിന്റെ പേരെന്താണ് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നാനോ മെറ്റീരിയൽസ്, കുറച്ച് നാനോ മെറ്റീരിയൽസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പോളിമേഴ്സ്, 1-2 പോളിമേഴ്സ് പഠിക്കാനുണ്ട്. അതിന്റെ സ്ട്രക്ചറും അതിന്റെ സിന്തസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് എന്താണ്, അങ്ങനെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള പോളിമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളി അനിലിനും പോളി പൈറോളും ആണ്. അതിൽ ആ 2 പോളിമർ മാത്രമേ നമുക്ക് എന്തുള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പിന്നെ കുറച്ച് നാനോ മെറ്റീരിയൽസ്, അതിന്റെ കുറച്ച് സിന്തസിസ്, സോൾജൽ കെമിക്കൽ റിഡക്ഷൻ, അത് അങ്ങനത്തെ സിന്തസിസ് മെത്തേഡ്സ്, അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഫോർ നാനോ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ആണ് കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറീൻസ്, ഗ്രാഫീൻസ്, അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ്, അതായത് ഇതിൽ കുറച്ച് സോളാർ സെൽസ്, അതേപോലെ OLED പറഞ്ഞിട്ടുണ്ടെങ്കിൽ LED ഓർഗാനിക് ആയിട്ട് വരുന്നത്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്,
അതുപോലെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്, ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ നമ്മുടെ ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആണ്. അതായത് ഇത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ്, ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് തേർഡ് മൊഡ്യൂൾ, മൊത്തം നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. അപ്പൊ നമുക്ക് തേർഡ് മൊഡ്യൂൾ നോക്കാം. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. അപ്പൊ എന്താണ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ അനലിറ്റിക്കൽ ടെക്നിക്സ്, ഒന്ന് രണ്ട് അനലിറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് ബിയോ-ലാംബർട്ട് ലോ, ആ ലോ എന്താണ്, അതിന്റെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും അതിന്റെ ടൈപ്സും ഒക്കെ പഠിക്കാറുണ്ട്. അതുപോലെ IR സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ, അതാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി. അതിന്റെ പ്രിൻസിപ്പിൾസ്, കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് വരുന്ന അനലിറ്റിക്കൽ ടെക്നിക്സിൽ നമുക്ക് ആകെ ഒരു ഒറ്റ അനലിറ്റിക്കൽ ടെക്നിക്കേ പഠിക്കാനുള്ളൂ, കുറെ ഒന്നുമില്ല, ഒറ്റ പഠിക്കാനുള്ളൂ. ഏതാണ്? ഡെറ്റ, അതായത് ഡൈ ഇലക്ട്രിക് തെർമൽ അനാലിസിസ്, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ ഒരു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിക് ടെക്നിക്ക് പഠിക്കാണ്ട്, അതും ഒറ്റ നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? സെം, സിംഗിൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അങ്ങനെ 2 ഡിവൈസസും പിന്നെ കുറച്ച് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിന്റെ, അതേപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും. ഇങ്ങനെ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഇതും. ലാസ്റ്റ് ചാപ്റ്റർ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്, എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ കെമിസ്ട്രി. അതിൽ എന്താണ് വാട്ടറിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്, വാട്ടറിന്റെ ഹാർഡ്നെസ്, ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ്, അതിൽ വരുന്ന അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്, അതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ്, ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ്, വാട്ടറിനെ ഡിസിൻഫെക്ഷൻ ചെയ്യുന്ന ബ്ലീച്ചിങ്, ക്ലോറിനേഷൻ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ എന്താണ് ഓസോണ്, UV റേഡിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. സെക്കൻഡോ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. തേർഡ് ആണ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. 4മത്തത് നമ്മുടെ എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇങ്ങനെ 4 ഈസി ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എല്ലാത്തിലും കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അതിന് ഒരുപാട് എന്തുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന്റെ ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കുന്നതിന് എന്തുണ്ട്, ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ മതി, ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രിക്കലും കെമിക്കൽ എനർജി ഒക്കെ ഒരു കണക്ഷൻ ആണല്ലോ. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ കറിയിച്ച് എന്താണ് സെൽസ്, ബാറ്ററീസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ബാറ്ററീസ്, സെൽസ്, അതേപോലെ ഫ്യൂവൽ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇനി ഒരുപാട് അതിൽ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഫ്യൂവൽ സെൽസ് എന്നിട്ട് നമുക്ക് ബാറ്ററിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫ്യൂവൽ സെൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് ഫ്യൂവൽ സെൽസിന്. അങ്ങനത്തെ ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽസ് ആൻഡ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, അതിൽ തന്നെ നമ്മൾ ഒരുപാട് നാനോ മെറ്റീരിയൽസ് പഠിക്കും. നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കപ്പാസിറ്റേഴ്സിൽ, ട്രാൻസിസ്റ്റേഴ്സ്, ഇതുപോലുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽസ്, അതായത് നാനോ മെറ്റീരിയൽസ് പോലുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ പോളിമേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം എടുത്താലും നമ്മുടെ PVC പൈപ്പ് ആവട്ടെ, അങ്ങനത്തെ എല്ലാത്തിലും നമ്മൾ പോളിമേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ OLEDs, ബൾബ്, അതുപോലെ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ സോളാർ ലൈറ്റിന്റെ പ്രസൻസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരുപാട് പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ സെക്കൻഡ് മൊഡ്യൂളിൽ. തേർഡ് മൊഡ്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്, അതായത് ഒരു കാര്യത്തിന്റെ ടെക്നിക്ക്, സ്പെക്ട്രോസ്കോപ്പിന്റെ റേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി, അതൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്തിനാണ്? നമ്മൾ ഒരു സംഭവത്തിന്റെ പ്യൂരിറ്റി, അത് പ്യുവർ ആണോ ഇംപ്യുവർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ മൈക്രോ ചിപ്സ്, സെമി കണ്ടക്ടർ ഡിവൈസ്, നമ്മൾ ഇതിൽ ഒരുപാട് ടെക്നിക്സ് പഠിച്ചല്ലോ. ആ ടെക്നിക്സ് ഒക്കെ നമ്മൾ മൈക്രോ ചിപ്സിലും സെമി കണ്ടക്ടേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഓരോ ഉപയോഗങ്ങളാണ്. നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി നമ്മൾ ഇതിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കാര്യമായിട്ട് പഠിക്കുന്നത്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ബോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രീസിൽ ലാർജ് സ്കെയില് വാട്ടർ സ്റ്റീം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, അതൊക്കെയാണ് നമുക്ക് ഇതിൽ കറക്റ്റ് പഠിക്കാനുള്ളത്. അതുപോലെ വാട്ടറിന്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക,
അതിന് വേണ്ട മെത്തേഡ്സ്, അതൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. അപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്തുണ്ട് നമ്മുടെ ഓരോ ചാപ്റ്ററിനുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇൻഫോർമേഷൻ സയൻസിനും ഇലക്ട്രിക്കൽ സയൻസിനുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അത്രയും സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് ഓരോ മൊഡ്യൂൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചത്. താങ്ക് യു.